നിൽക്കുന്നവർക്ക് ഒരു സ്ത്രീകൾക്ക് ആവശ്യമുള്ള ചുരിദാർ. നിങ്ങൾ വൈകുന്നേര നേരത്ത് കോഴിക്കോട് സിറ്റിയിലാണോ എങ്കിൽ രാത്രി നേരങ്ങളിൽ നിങ്ങൾക്ക് ചില്ലാവാൻ ഒന്ന് സമാധാനത്തോടെ ഇരിക്കാൻ, അതല്ലെങ്കിൽ നിങ്ങളുടെ കൂടപ്പിറപ്പുകളോടെ കറങ്ങി നടക്കാൻ പറ്റിയ 3 സ്ഥലങ്ങളുണ്ട്. മാനാഞ്ചിറ സ്ക്വയറും ഷോപ്പിംഗ് നടത്താൻ മിഠായി തെരുവും, പിന്നെ വൈകുന്നേരം മുതൽ നേരം വെളുക്കും വരെ സമയം കളയാൻ കോഴിക്കോട് ബീച്ചും. നമുക്കതെല്ലാം ഒന്ന് നോക്കാം. ഇതാണ് മാനാഞ്ചിറ സ്ക്വയർ. ഉച്ചയ്ക്ക് ശേഷം 2:30 തുറന്നാൽ രാത്രി 8:30 വരെ ഈ സ്ക്വയർ പൊതുജനങ്ങൾക്കായി തുറന്നിടും. കോഴിക്കോട് സിറ്റിയുടെ ഒത്ത നടുക്കായതിനാൽ ഏത് ഭാഗത്തു നിന്നും സ്ക്വയറിലേക്ക് എത്തിച്ചേരാം. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇവിടേക്കൊരു 1.5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. KSRTC സ്റ്റാൻഡിൽ നിന്നും 1 കിലോമീറ്റർ ദൂരം, അതുപോലെ തന്നെ പുതിയ സ്റ്റാൻഡിൽ നിന്നും ഏത് ഭാഗത്തു നിന്നും ഈ സ്ക്വയറിലേക്ക് എളുപ്പം എത്തിച്ചേരാം. ചായയും അതുപോലെ കൂൾ ഡ്രിങ്ക്സും ടോയ്ലറ്റ് സൗകര്യങ്ങളും ഉപ്പിലിട്ടതും ഈ സ്ക്വയറിൽ കിട്ടും. യാതൊരുവിധ ശല്യവുമില്ലാതെ ഈ സ്ക്വയറിൽ നമുക്ക് സമയം ചെലവഴിക്കാം. ഇതിന്റെ അടുത്താണ് നമ്മുടെ മിഠായി തെരുവ്. രാവിലെ മുതൽ രാത്രി 11 മണി വരെ നമുക്കിവിടെ ഷോപ്പിംഗ് നടത്താം. ഇതിന്റെ തൊട്ടടുത്ത് നമുക്ക് നമ്മുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ഇതിലേക്ക് നടന്നു വരാം. അതേപോലെ ആർക്കും മേടിക്കാനായിട്ട് വന്നതല്ല, കണ്ടിട്ട് ഐറ്റം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് കൊണ്ടുപോകും. റോഡരികിൽ വിറ്റ് പൈസ ഇന്ത്യന്റെ ഷോറൂമുകളിലൊക്കെ വിൽക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 1 കിലോമീറ്ററും KSRTC സ്റ്റാൻഡിൽ നിന്നും 1.5 കിലോമീറ്ററും പുതിയ സ്റ്റാൻഡിൽ നിന്നും 1 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക്. ഞായറാഴ്ച ദിവസങ്ങളുടെ ഒടുക്കത്തെ തിരക്കായിരിക്കും. ഇവിടെ വാഹനങ്ങൾക്ക് പ്രവേശനമില്ലാത്തതിനാൽ നല്ല സുഖമാണ് ഇതിൽ നടക്കാൻ. വാഹനങ്ങളൊക്കെ 10 മണി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് പ്രവേശനമില്ല. പിന്നെ രാത്രി 11 മണിക്കൊക്കെ ഇതിലേക്ക് വാഹനങ്ങൾ കയറ്റാൻ പാടുള്ളൂ. അതിനാൽ തന്നെ ഇതിലെ നടക്കാൻ നല്ല സുബ്ര അല്ല, ഇതൊന്നും അറിയില്ല, ഞാൻ അറിയില്ല. രാത്രിയിൽ നല്ല തിരക്കാണ്. മിഠായി തെരുവിൻ്റെ തെക്ക് ഭാഗം, അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് നടന്നാൽ എത്തുന്ന തെക്ക് ഭാഗം. ആ ഭാഗത്താണ് നമ്മുടെ ഹൽവ, കോഴിക്കോടൻ ഹൽവ. കോഴിക്കോട് മിഠായി അധിക ദൂരമൊന്നുമില്ല നടന്നത്. എന്നാൽ എത്ര നടന്നാലും നമുക്കിവിടെ മതിയാവില്ല. ഇവിടെ ഡ്രസ്സുകൾ, സ്റ്റേഷനറി സാധനങ്ങൾ, വീട്ടിലേക്കുള്ള സാധനങ്ങൾ, അങ്ങനെ ഒട്ടനവധി സാധനങ്ങൾ നമുക്കിവിടെ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമുക്ക് നേരെ കോഴിക്കോട് ബീച്ചിലേക്ക് എത്തിച്ചേരാം. എന്താ മൊത്തം ലേറ്റിട്ട് അലങ്കരിച്ചിരിക്കുകയാണ്. സൈഡുകളിലൊക്കെ ഷൂവിൻ്റെ കടകൾ. അങ്ങനെ മാനാഞ്ചിറയുടെ തൊട്ടടുത്തുള്ള മിഠായി തെരുവ് കണ്ടതിന് ശേഷം നമുക്ക് കോഴിക്കോട് ബീച്ചിലേക്ക് പോകാം. ഇവിടെ നിന്നും 1 കിലോമീറ്റർ ദൂരമേ കോഴിക്കോട് ബീച്ചിലേക്ക്. നമ്മുടെ കോഴിക്കോട് ബീച്ച് വേറെ ലെവലാണ്. ഇവിടെ നേരം വെളുക്കും വരെ ഇങ്ങനെ കിടന്നുറങ്ങുകയും ചെയ്യാം.
ഇവിടെ രാത്രി ആയി കഴിഞ്ഞാൽ വേറെ വൈബാണ്. ഫാമിലിയായിട്ടും കൂട്ടുകാരായിട്ടും പിന്നെ അതുപോലെ ഒറ്റക്കായിട്ടും ഒരുപാട് ആൾക്കാർ ഇവിടെ എത്തിച്ചേരുന്നു. ഇവിടുത്തെ ഫേവറേറ്റ് ഐറ്റമാണ് ഉപ്പിലിട്ടതും ഐശ്വര്യയും അതുപോലെ കല്ലുമ്മക്കായും ഗ്രീൻ പീസും കാടമുട്ടയും എല്ലാം. ഇവിടെ പുതിയതായിട്ട് കൊണ്ടുവച്ചതാണ് വേസ്റ്റ് ബിൻ. എല്ലാ വേസ്റ്റുകളൊക്കെ ഇതിൽ കിട്ടുക. നല്ല കാട്ടിന്റെ അടയാളം. ഇതാണ് നമ്മുടെ പഞ്ചാര മുട്ടായി. അങ്ങനെ ശരിക്കും എവിടെ ഉണ്ടാവാറ്? എവിടെ? ഏത് ബീച്ചാ? സൗത്ത് ബീച്ച്. സൗത്ത് ബീച്ച് ആ ഭാഗത്താണ് നമ്മുടെ ഈ പഞ്ചാര മുട്ടായി. പല ജില്ലയിൽ വരുന്ന ആൾക്കാരൊക്കെ ഇത് അന്വേഷിക്കാറുണ്ട്. ഈ പഞ്ചാര മുട്ടായി എവിടെയാണ് സൗത്ത് ബീച്ച് ഭാഗത്താണ് ഉണ്ടാവാറ്. പിന്നെ മൂപ്പരെങ്ങനെ ഇവിടെ എത്തിപ്പെട്ടതാണ് ഇവിടെ കോഴിക്കോട്. രാത്രിയിൽ പ്രത്യേക വൈബാണ് ഇവിടെ. ഇവിടെ ചില മത്സരങ്ങളും അരങ്ങേറാറുണ്ട്. അതിൽപ്പെട്ട ഒരു മത്സരമാണ് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്താണെന്ന് നോക്കാം. കൂട്ടുകാരെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്.